ഇവിടെ ഇവൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് അച്ചടക്കമുള്ള ഒരാളായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അവൻ തന്റെ ഗേൾഫ്രണ്ട് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നു. അവൻ അവളെ ചേർത്ത് നിർത്തി അവളെ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. പക്ഷെ അവൾ അവനോട് അവളുടെയോ കുഞ്ഞിന്റെയോ അടുത്തേക്ക് പോലും വരരുതെന്ന് പറയുന്നു. മനസ്സ് തകർന്നവൻ അവന്റെ സ്വഭാവം നന്നാക്കാൻ തീരുമാനിക്കുന്നു. കാരണം അവൻ പൂർണ്ണമായും മയക്കുമരുന്നിന് അടിമയായിരുന്നു. അതിൽ നിന്ന് മോചനം നേടുന്നതിനായി അവനൊരു റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വരുന്നു. അവിടുത്തെ റൂൾസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്. പുതുതായി വരുന്നവർ അവരുടെ തല മുട്ടയടിക്കണം. അവർ സ്വയം വേദനിപ്പിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടെ ഉയരമുള്ള മതിലുകളില്ല. ഇഷ്ടപ്പെടാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാം. പക്ഷെ ഇവൻ വന്നിരിക്കുന്നത് ഒരു ഉറച്ച തീരുമാനത്തോടെയാണ്. ആദ്യമായി വരുന്നവർക്ക് വളരെ കഠിനമായ ടാസ്കുകളാണ് അവിടെ കൊടുക്കുന്നത്. പാത്രം കഴുകുന്നത്, തറ തുടയ്ക്കുന്നത്, ഇങ്ങനെയുള്ള ജോലികളാണ് ചെയ്യിക്കുന്നത്. മാത്രമല്ല തറയിലിരുന്ന് ഫുഡ് കഴിക്കണം. ആദ്യത്തെ കുറച്ചു ദിവസം ഡ്രഗ്സ് യൂസ് ചെയ്യാതെ അവൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അവൻ ഒട്ടും സഹിക്കാനാവാതെ തിരിച്ചു പോകാമെന്നുള്ള ചിന്ത വരുമ്പോൾ അവൻ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ എടുത്തു നോക്കുന്നു. അതോടെ ആ ചിന്ത ഇല്ലാതാവുന്നു. ദിവസവുമുള്ള ട്രെയിനിങ് വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. അമിതമായ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അവന്റെ ബോഡി വളരെയധികം വീക്കാണ്. ഒത്തിരി ദൂരം ഓടാൻ കഴിയാതെ അവൻ തളർന്നു വീണ് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നു. ഇൻസ്ട്രക്ടർ അവനെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ തിരിച്ചു പോകാൻ പറയുന്നു. പക്ഷെ അവൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ പതിയെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുന്നു. തന്റെ ഗേൾഫ്രണ്ടിനും കുഞ്ഞിനും വേണ്ടി അവൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും അവൻ എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി 1 വർഷമാവുന്നു. ദിവസങ്ങൾ പോകുന്തോറും അവൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പെർഫോമൻസ് കണ്ട ഇൻസ്ട്രക്ടർ അവന് സ്വിമ്മിംഗ് പൂളിൽ ജോലി കൊടുക്കുന്നു. വർക്ക് കഴിഞ്ഞ് അവന് നീന്താനുള്ള അവസരവും കൊടുക്കുന്നു. അവൻ ആ ചാൻസ് യൂസ് ചെയ്ത് നീന്താനും പഠിക്കുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് അവൻ ഒരു സൈക്കിൾ വാങ്ങുന്നു. അങ്ങനെ അവൻ ദിവസവും സൈക്കിൾ ചവിട്ടാനും തുടങ്ങുന്നു. അങ്ങനെ റണ്ണിങ്ങും സ്വിമ്മിങ്ങും സൈക്ലിങ്ങും അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നു. പിന്നീട് അവൻ ഒരു ട്രൈത്തലോണിൽ പങ്കെടുക്കുന്നു. അതിൽ സ്വിമ്മിങ്ങും റണ്ണിങ്ങും സൈക്ലിങ്ങുമാണ് മത്സരം. റണ്ണിങ്ങിന്റെ ടൈമിൽ അവൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജയവും തോൽവിയും അവന് വിഷയമായിരുന്നില്ല. അവൻ ആഗ്രഹിച്ച കാര്യം നടത്തിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ സങ്കടകരമായ ഒരു കാര്യം അറിയുന്നു. അവന്റെ ഗേൾഫ്രണ്ട് സീരിയസ് ആയി ICUവിലാണ്. അവളെ കണ്ട് അവന് വളരെയധികം കുറ്റബോധം തോന്നുന്നു. തിരിച്ചു പോകുന്നതിന് മുൻപ് അവൻ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. പുറത്തേക്ക് വന്നവൻ അവിടെ തന്റെ മകളെ കാണുന്നു. അവന് മകളോട് സംസാരിക്കാൻ ആഗ്രഹം തോന്നുന്നു. പക്ഷെ ഗേൾഫ്രണ്ടിന്റെ അച്ഛൻ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടു പോകുന്നു. അവൻ വിഷമിച്ചു നിൽക്കുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ഗേൾഫ്രണ്ട് മരിക്കുന്നു. അന്നു മുതൽ അവൻ കഠിനമായി പ്രയത്നിക്കുന്നു. അതിനുശേഷം അവൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന് പുറത്തു വരുന്നു. അവൻ പല മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിക്കുന്നു. മാത്രമല്ല യൂറോപ്യൻ ട്രൈത്തലോണിൽ മത്സരിച്ച് റെക്കോർഡും ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം അവന് വേൾഡ് ക്ലാസ് ട്രൈത്തലോണിൽ പങ്കെടുക്കാൻ ഇൻവിറ്റേഷനും കിട്ടുന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവൻ അതിൽ വിജയിക്കുകയും ചെയ്യുന്നു.